നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ യുണീക്ക് ചാൻറ്റോയിൻസി എഫക്റ്റുള്ള ഒരു സ്റ്റോണിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഒരു കാറ്റ്സ് ഐ എഫക്റ്റുള്ള സ്റ്റോൺ, ടൈഗേഴ്സ് ഐ. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ ഓൾറെഡി ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടൈഗേഴ്സ് ഐ ഒരു യെല്ലോ കളറിലുള്ള സ്റ്റോണാണ്, യെല്ലോ അല്ലെങ്കിൽ റെഡ് കളറിലുള്ള സ്റ്റോണാണ്. അതിനൊരു ബ്ലൂ കളറിലുള്ള വെറൈറ്റി കൂടിയുണ്ട്. അതിന് പറയുന്ന പേര് ബ്ലൂ ടൈഗേഴ്സ് ഐ അല്ലെങ്കിൽ ഹോക്സ് ഐ അല്ലെങ്കിൽ ഫാൽക്കൺസ് ഐ എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഹോക്സ് ഐ അല്ലെങ്കിൽ ഫാൽക്കൺസ് ഐ ആണ് ഈ കാണുന്ന സ്റ്റോൺ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇവിടെ ടേൺ ചെയ്യുമ്പോൾ കാണാം ഒരു ഷിമ്മറിങ്, ഒരു ലൈൻ പോലെയുള്ള ഒരു ഷിമ്മറിങ്, അത് ഒരു കാറ്റ്സിൻ്റെ ഐ പോലെയുള്ള ഒരു ഷിമ്മറിങ്. അപ്പോൾ അതിന് തന്നെയാണ് ചാൻറ്റോയിൻസി അല്ലെങ്കിൽ കാറ്റ്സ് ഐ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈഗേഴ്സ് ഐ പോലെ തന്നെ ഇതും ഒരു SiO2 കെമിക്കൽ കോമ്പോസിഷൻ ഉള്ള ഒരു ക്വാർട്സ് വെറൈറ്റി സ്റ്റോണാണ്. ക്രോസിഡോലൈറ്റിൻ്റെ സിലിഫിക്കേഷൻ വഴിയാണ് ഇത് ഫോം ചെയ്യുന്നത്. ക്രോസിഡോലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസ്ബസ്റ്റോസിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരു വേൾഡിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും ഇത് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ലൈക്ക് നമീബിയ, ഇന്ത്യ, കാനഡ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ എന്നീ സ്ഥലങ്ങളിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഈ കാണുന്ന മാലയ്ക്ക് സോഴ്സ് ചെയ്തേക്കുന്ന സ്റ്റോൺ മെക്സിക്കോയിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഒരു ഹോക്സൈ സ്റ്റോൺ നാച്ചുറൽ ആണോ എന്നറിയാനായിട്ടുള്ള ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് അതിൻ്റെ ചാൻറ്റോയിൻസി എഫക്റ്റ്. ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈറ്റ് ഷിമ്മറിങ്, ഒരു കാറ്റ്സ് ഐ എഫക്റ്റ് ഇതിൻ്റെ മുകളിൽ കിട്ടും ലൈറ്റ് അടിക്കുമ്പോൾ. അതിനാണ് ചാൻറ്റോയിൻസി എഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ കളറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് അടിക്കുമ്പോൾ ഈ വരുന്ന ചാൻറ്റോയിൻസിയുടെ കളറ് ഡീപ്പ് നേവി ബ്ലൂ ടു ലൈറ്റ് സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ഒരു ഗ്രേ കളറ്, ഗ്രീനിഷ് ബാൻഡ്സൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ഇതിൻ്റെ ഹാർഡ്നെസ് ഒരു 7 MOHs സ്കെയിലിലായിരിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഡ്യൂറബിളും ആയിരിക്കും. ഇത് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മളുടെയൊക്കെ ഇനാമലിൻ്റെയൊക്കെ ഒരു ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 MOHs വാല്യൂ ഉള്ളൂ. അപ്പോൾ അതിനേക്കാളും നല്ല ഹാർഡ്നെസ് കൂടുതലാണ് ഈ സ്റ്റോൺ. ഇതിൻ്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ് ചാൻറ്റോയിൻസി ഉള്ള, മിനിമൽ ഇൻക്ലൂഷൻസ് ഉള്ള, നല്ല വൈബ്രൻറ്റ് ബ്ലൂ ഹ്യൂസ് വരുന്ന സ്റ്റോൺസ് നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ വേറെയും കളറ് റേഞ്ചിലേക്ക് പോകുന്നത് മീഡിയം ക്വാളിറ്റി ആയിരിക്കും. പിന്നെ ലോ ഇൻക്ലൂഷൻസും ആയിരിക്കും, മീഡിയം ഇൻക്ലൂഷൻസും ആയിരിക്കും. പിന്നെ ലോവർ ക്വാളിറ്റി സ്റ്റോൺസ് ശരിക്കും പറഞ്ഞാൽ ഡൾ കളേഴ്സ് ആയിരിക്കും. പിന്നെ ചാൻറ്റോയിൻസിയും ഭയങ്കര വീക്കായി. ഇതിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസും പിന്നെ ബെനിഫിറ്റ്സും ഒക്കെ പറയുന്നത് ടൈഗറൈസിൻ്റെ തന്നെ സെയിം ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ ബ്ലൂ ടൈഗറൈസ് മോഡേണോ ട്രഡീഷണലോ ആയിട്ടുള്ള ബേർത്ത് സ്റ്റോൺ ആയിട്ട് കൺസിഡർ ചെയ്യണ ഒന്നല്ല. എന്നിരുന്നാലും ഇത് അസോസിയേറ്റ് ചെയ്തേക്കുന്ന സോഡിയക് സൈൻസ് ജെമിനിയും കാപ്രിക്കോണുമാണ്. ഇത് സിംബിളൈസ് ചെയ്യുന്നത് ഇൻസൈറ്റ്, സ്റ്റെബിലിറ്റി ആൻഡ് റെസിലിയൻസ് ആണ്. അപ്പോൾ ആ സോഡിയക് സൈൻസിൽ ജനിച്ചവർക്കായിട്ടുള്ള ഒരു നാച്ചുറൽ ആൻഡ് ബ്യൂട്ടിഫുൾ ഓപ്ഷൻ ഓഫ് ഗിഫ്റ്റിംഗ് കൂടിയായിരിക്കും ഈ സെമി പ്രഷ്യസ് സ്റ്റോൺ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.